ആരോഗ്യം അമൂല്യം. ഹെപ്പറ്റൈറ്റിസ് എ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ റിട്ടയർഡ് സൂപ്രണ്ട് ഡോക്ടർ സജീവ് ടി.കെ. നമ്മുടെ നാട്ടിൽ പലപ്പോഴും കണ്ടുവരുന്ന തീവ്ര പകർച്ചാരോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ. ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് അഥവാ എപ്പിഡെമിക് ജോണ്ടിസ് എന്നും ഇത് അറിയപ്പെടുന്നു. പനി, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ അഥവാ ഓക്കാനം, കണ്ണിനു മഞ്ഞ നിറം, മൂത്രത്തിനു മഞ്ഞ നിറം എന്നീ പ്രധാന രോഗലക്ഷണങ്ങളും രോഗിയിൽ ഹെപ്പറ്റൈറ്റിസ് എ വൈറസിൻ്റെ സാന്നിധ്യവും ഉള്ളതാണ് ഈ രോഗം. RNA വിഭാഗത്തിലുള്ളതാണ് ഈ വൈറസ്. മാറി മാറി വരുന്ന കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് രോഗം പരത്താനുള്ള ശേഷിയുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്. രോഗാണുബാധയുള്ള വ്യക്തിയുടെ മലത്തിൽ കൂടുതലായുള്ള രോഗാണുക്കൾ ജലത്തിലും മറ്റും കലരുകയും മലിനമാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മലിനമായ ജലം കുടിക്കുന്നതിലൂടെ മറ്റു വ്യക്തികളിലേക്കും രോഗാണുക്കൾ എത്തുന്നു. ഒരേ സ്രോതസ്സിൽ നിന്നും പലർക്കും ഒരേ സമയത്തുണ്ടാകുന്ന രോഗമാണിത്. ശുദ്ധജലം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പഴച്ചാർ അഥവാ ജ്യൂസ് പോലെയുള്ള പാനീയങ്ങളിലൂടെ ഈ രോഗാണുക്കൾ പകരാൻ സാധ്യതയുണ്ട്. രോഗാണുകൊണ്ട് മലിനമാകുന്ന പാനീയവും ഭക്ഷണവും കഴിക്കുന്നയാളിൻ്റെ കുടലിലും പിന്നീട് കരളിലും രോഗാണു എത്തിച്ചേരുന്നു. കരൾ കോശങ്ങളിൽ വെച്ച് രോഗാണുവിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. രോഗാണുബാധയേറ്റാൽ 2 മുതൽ 7 ആഴ്ചകൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. മിക്കപ്പോഴും 4 ആഴ്ചകൾക്കുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. പനി, വിശപ്പില്ലായ്മ, കരളിന് വീക്കമുണ്ടാകുന്നത് കൊണ്ടുള്ള വയറുവേദനയും മനം പുരട്ടലും ഛർദിലും, രക്തത്തിൽ ബിലിറൂബിൻ വർദ്ധിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മൂത്രത്തിൻ്റെ മഞ്ഞ നിറവും കണ്ണിൻ്റെ മഞ്ഞ നിറവും തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിലും ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. രോഗലക്ഷണങ്ങളെ വിലയിരുത്തിക്കൊണ്ട് രോഗിയെ പരിശോധിക്കുന്നതിനോടൊപ്പം രക്തപരിശോധന നടത്തി രോഗം സ്ഥിരീകരിക്കാം. രക്തത്തിലെ ബിലിറൂബിൻ, ALT അഥവാ അലാനിൻ അമിനോ ട്രാൻസ്ഫറേസ്, anti-HIV IgM ആൻറ്റിബോഡി ടെസ്റ്റ് എന്നിവയാണ് പ്രസ്തുത പരിശോധനകൾ. രോഗാണുബാധയേറ്റയാൾക്ക് പൂർണ്ണ വിശ്രമം അനുവദിക്കുക, പോഷകാഹാരം നൽകുക, പഴങ്ങളും ശുദ്ധജലവും കഞ്ഞിവെള്ളവും ആവശ്യത്തിന് നൽകുക, എണ്ണ കൂടുതൽ ചേർന്ന ഭക്ഷണം ഒഴിവാക്കുക എന്നിവ രോഗം ഭേദമാകുന്നതിന് ആവശ്യമാണ്. ചികിത്സയും വിശ്രമവും ലഭിക്കുമ്പോൾ 1-2 മാസങ്ങൾക്കുള്ളിൽ രോഗം പൂർണ്ണമായും ഭേദപ്പെടും. ചിലപ്പോൾ ഗുരുതരമാകാറുമുണ്ട്. അതായത് ഈ രോഗം ബാധിച്ചിട്ടുള്ള 0.1% രോഗികൾക്ക് രോഗസങ്കീർണത വരാം. ഒരിക്കൽ രോഗം ബാധിച്ചയാൾക്ക് ദീർഘകാലം രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ രോഗം പരത്തുന്ന രോഗാണുവിനെ നിയന്ത്രിച്ചുകൊണ്ട് രോഗപ്പകർച്ച തടയാം. ജലം മലിനമാകാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കുക, വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം എന്നിവ കർശനമായി പാലിക്കുക. പഴച്ചാറുകൾ തയ്യാറാക്കുമ്പോഴും ഭക്ഷണം വിളമ്പുമ്പോഴും ശുചിത്വം ഉറപ്പുവരുത്തുക. തിളപ്പിച്ചാറിയ ജലം മാത്രം കുടിക്കുക. രോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ തന്നെ രോഗലക്ഷണങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഹോമിയോപ്പതി ചികിത്സ നൽകി രോഗം വേഗം ഭേദപ്പെടുത്താം. ഹെപ്പറ്റൈറ്റിസ് എ ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ റിട്ടയർഡ് സൂപ്രണ്ട് ഡോക്ടർ സജീവ് ടി.കെ.